എബ്രായലേഖനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. 13-ാം അധ്യായം. അതിൽ താമസിയാതെ എബ്രായലേഖനത്തിലെ പഠനം അവസാനിക്കും. 13-ാം അധ്യായത്തിൽ 11-12 ചേർത്ത് നമ്മൾ പഠിച്ചത് 11-ാം അധ്യായം വിശ്വാസ വീരന്മാരെ കുറിച്ച്, 12-ാം അധ്യായത്തിൽ വിശ്വാസത്തിന് വേണ്ടി ഓടുവാൻ വന്നിരിക്കുന്നവർക്കുള്ള എൻകറേജ്മെന്റുകളെ കുറിച്ച്, 13-ാം അധ്യായത്തിൽ എവിഡൻസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്താൽ ജീവിക്കുന്നവരുടെ അത് വിശ്വാസത്താലുള്ള ജീവിതമുള്ളത് തെളിയിക്കപ്പെടുന്നതായ നമുക്ക് 13-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. അത് പല കൂട്ടം കാര്യങ്ങളുണ്ട്. അത് ആദ്യമേ നാം ചിന്തിച്ചു കഴിഞ്ഞു. ആദ്യത്തെ പല ഭാഗങ്ങൾ സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിസൽക്കാരം മറക്കരുത്. അത് കഴിഞ്ഞ് സ്പിരിച്വൽ ലീഡേഴ്സിനെ ഓർക്കണം, അവരെ മാനിക്കണം, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണം. ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുവാൻ തക്കൊണ്ടിടയായി തീർന്നു. പിന്നീട് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് അതിന്റെ 10-ാമത്തെ വാക്യം മുതലാണ്. നമുക്കൊരു യാഗപീഠമുണ്ട്, അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തെ ആരാധിക്കണം. നമ്മെ തന്നെ ആരാധനയ്ക്ക് കൊടുക്കുന്ന കാര്യം പാളയത്തിന് പുറത്ത് യേശുവിന്റെ അടുക്കൽ ചെല്ലുന്ന മാർഗമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ലോകം മാനിക്കുന്ന അനുഭവമല്ല, നിന്നയുടെയും പരിഹാസത്തിന്റെയും എതിർപ്പുകളുടെയും സ്ഥലമാണ് പാളയത്തിന് പുറം. അതാണ് കഴിഞ്ഞ ആഴ്ച നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടിയായി തീർന്നത്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. യഹൂദന്മാർക്ക് വളരെ സന്തോഷം നൽകുന്ന, വളരെ ധൈര്യം കൊടുക്കുന്ന യെരുശലേം പട്ടണം താമസിയാതെ നശിപ്പിക്കപ്പെടുമെന്നാൽ നമുക്കൊരു പട്ടണമുണ്ട്. അത് ആർക്കും ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്തതാണ്. നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇവിടെയല്ല. ആകയാൽ വരാൻ പോകുന്ന, അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്ന ആ നഗരത്തിന് വേണ്ടി നാം ജീവിക്കണം. അതിനുവേണ്ടി നാം ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ്. 15-16 ഇങ്ങനെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം. 15-16 വാക്യങ്ങളൊന്ന് വായിക്കുക. എബ്രായർ 13-15-16. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്താലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങളെ നടത്തുന്നവരനുസരിച്ച് കീഴടങ്ങി. അവിടെ 2 സ്പിരിച്വൽ യാഗങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഒന്ന് 15-ാം വാക്യത്തിൽ കാണുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ചാണ്. കണ്ടിന്യൂവൽ പ്രൈസ് ടു ഗോഡ് അവിടെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. ഇസ്രായേൽ മക്കൾക്ക് പല യാഗങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ. ആ യാഗങ്ങളൊക്കെ ഈ യേശുക്രിസ്തുവിൽ നിറവേറപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അക്ഷരികമായി ഒരു മൃഗത്തെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളെയോ യാഗപീഠത്തിൽ കൊണ്ടുവന്ന് തീ കൊണ്ട് ദഹിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു പുരോഹിതനുണ്ട്, നമ്മുടെ കർത്താവാണ്. അവൻ നിത്യ പുരോഹിതനാണ്. നമുക്കൊരു യാഗപീഠമുണ്ട്, അത് താമ്രം കൊണ്ടുള്ളതല്ല. നമുക്കൊരു പീഠമുണ്ട്, ആൾക്കാരുണ്ട്, അത് സ്വർണ്ണം കൊണ്ടുള്ളതുമല്ല. അത് യേശുക്രിസ്തുവാണ്. നമ്മുടെ ടെമ്പിൾ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലം, ആലയം, അത് സ്വർഗീയ ആലയമാണ്. ഇതാണ് ലേഖനത്തിൽ എഴുതിയതിന്റെ ചുരുക്കം. ഇവിടെ പറയുകയാണ് സ്തോത്രയാഗം അർപ്പിക്കണമെന്ന്. അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. അധരഫലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഗുണ്ട്, നമ്മുടെ നാവിലൂടെ വരുന്ന സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ്. മൃഗങ്ങളെ അറക്കുന്നതല്ല ഇന്ന് ന്യൂ കവണന്റിലുള്ളത്, അല്ലെങ്കിൽ വസ്തുക്കൾ, മെറ്റീരിയൽ ആയുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നതുമല്ല. എന്നാൽ ഹൃദയത്തിലും ദൈവത്തിന് നന്ദി കരയറ്റുന്ന ദൈവം അങ്ങനെയുള്ള ആരാധന സ്വീകരിക്കാനുള്ള കാരണം ഇവിടെ പറയുന്നത് അവൻ മുഖാന്തരം. അവൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തു. യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായ നന്ദിയുടേതായ വാക്കുകൾ വായിലൂടെ പുറത്തു വരുമ്പോഴാണ് അത് അനുഗ്രഹമായി തീരുന്നത്. ഹൃദയം അവിടെ എവിടെയും സഞ്ചരിക്കുകയും ദൈവത്തെ പാടി സ്തുതിക്കുകയും സ്തോത്രം പറയുകയും ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷേ ആരാധന സ്വീകരിക്കുന്ന ദൈവം തമ്പുരാൻ ഹൃദയത്തിന്റെ നില അറിഞ്ഞാണ് ആരാധന സ്വീകരിക്കുന്നത്. വളരെ മനോഹരമായി, വളരെ ഗംഭീരമായി, ഉച്ചത്തിൽ ശബ്ദം വെച്ച് സ്തോത്രം പറഞ്ഞാലും അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തോത്രമല്ലെങ്കിൽ
ആരാധന അല്ലെങ്കിൽ ദൈവം അത് സ്വീകരിക്കുകയില്ല. അതിന് യാതൊരു വിലയും ദൈവസന്നിധിയിലില്ല. എന്നാൽ ശബ്ദം നല്ലതല്ല എങ്കിലും, ഒത്തിരി ഒച്ചയെടുക്കാനായിട്ട് കഴിയുന്നില്ല എങ്കിലും, നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നന്ദിയുള്ളവരായി ദൈവത്തെ ആരാധിക്കാൻ കഴിയുമ്പോൾ അതാണ് ദൈവം സ്വീകരിക്കുന്നത്, അതാണ് ദൈവം അംഗീകരിക്കുന്നത്. അപ്പോൾ ഫ്രം അവർ ലിപ്സ് കമ്മിങ് ഫ്രം അവർ ഹാർട്ട്സ് ലൈക്ക് ബ്യൂട്ടിഫുൾ ഫ്രൂട്ട്സ്, നമ്മുടെ അതരത്തിൽ നിന്ന് വരുന്നത് അതരഫലം എന്ന സ്തോത്രയാഗം അത് ഇടവിടാതെ അർപ്പിക്കണം എന്നാണ് ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുന്നത്. പലപ്പോഴും ഒരിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഉത്സവ ദിവസങ്ങളിൽ ചെന്ന് യാഗമർപ്പിക്കുന്ന യഹൂദനെ പോലെയല്ല, ഇടവിടാതെ എപ്പോഴും ദൈവത്തെ ആരാധിക്കുവാൻ ഒരു പുതിയ നിയമ വിശുദ്ധന് ദൈവം അവകാശം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ പഠിച്ചു വന്നത് പലപ്പോഴും പഠിച്ചിട്ടുള്ള കാര്യമാണ്. എബ്രായ ലേഖനത്തിൽ നിന്ന് പ്രത്യേകിച്ച് കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുവാൻ എല്ലാവർക്കും കഴിയുകയില്ല. മഹാപുരോഹിതന് ആണ്ടിലൊരിക്കൽ മാത്രം. അങ്ങനെ സാമീപ്യം നിരോധിക്കപ്പെട്ടിരുന്നതായ ദൈവ സാന്നിധ്യം. എന്നാൽ ഇന്ന് ഏത് സമയത്തും കൃപ പ്രാപിക്കുവാൻ ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സക്കരിയ പ്രവാചകൻ പാടുന്നതായ പാട്ട് യോഹന്നാനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ലൂക്കോസ് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, നാം ആയുഷ്കാലം മുഴുവൻ ഭയം കൂടാതെ നീതിയിലും വിശുദ്ധിയിലും അവനെ ആരാധിക്കേണ്ടതിന് ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചുവല്ലോ. അപ്പോൾ പഴയ നിയമ ഭക്തന്മാർക്ക് എത്ര കാത്തിരുന്നണക്കുകയും ദൈവത്തെ ആരാധിക്കുവാൻ അടുത്ത് ചെല്ലുവാൻ കഴിയാതെ ഇരുന്നത് ജാതികളായിരുന്ന, ശത്രുക്കളായിരുന്ന, അശുദ്ധരായിരുന്ന നമുക്ക് ഏത് സമയത്തും ആ കൃപാസനത്തിന്റെ അടുത്ത് ചെന്ന് ആരാധിക്കുവാനുള്ള അവകാശം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഇടപെടാതെ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നവരായിരിക്കണം. ഭക്തന്മാരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവവുമായുള്ള സമ്പർക്കത്തിൽ നാം ഇപ്പോഴും ആയിരിക്കുന്നെങ്കിൽ, ആ കണക്ഷനിൽ സ്വർഗവുമായുള്ളതായ നമ്മുടെ കണക്ഷൻ ശരിയാണെങ്കിൽ, ഡ്രൈവ് ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയും. അങ്ങനെയാണ് ഇടപെടാതെ സ്തോത്രം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ദൈവിക ചിന്ത നമ്മുടെ ഉള്ളിൽ വരുവാൻ തക്കം ഇടയാകണം. ആ ലേഖനങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ അവിടെ പൗലോസ് പറയുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളവനെ ചിന്തിക്കുകയും അവൻ വലത്തുഭാഗത്തിരിക്കുന്നു, അവനെ സൂക്ഷിച്ചു നോക്കുകയും അവനെ ശ്രദ്ധിച്ചു നോക്കുകയും യേശുവിനെ സൂക്ഷിച്ചു നോക്കുന്ന, യേശുവിനെ അടുത്തറിയുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. പഴയ നിയമത്തിൽ ആരാധന നടക്കുന്ന സമയത്ത് പോലും, അക്ഷരികമായി ആരാധന നടക്കുന്ന സമയത്ത് പോലും ഭക്തന്മാർ അക്ഷരിക വസ്തുക്കളെക്കാൾ അവിടെ ഹൃദയത്തിൽ നിന്ന് നന്ദിയുള്ളവരായി ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. നമുക്കത് കാണുവാനായി സാധിക്കും. 50-ാം സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്. 50-ാം സങ്കീർത്തനം നമുക്ക് നടക്കാം. 50-ാം സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യത്തിൽ പറയാണ്, കാളകളുടെ എടുത്തോരണ്ടെ വായിച്ചാൽ കർത്താവ് പറയുന്നതായിട്ടാണ് അവിടെ പ്രസ്താവിക്കുന്നത്. ദൈവത്തിന് യാഗം അർപ്പിക്കുമ്പോൾ, കാളകളെ യാഗം അർപ്പിക്കുമ്പോൾ അതിന്റെ മാംസം അല്ലെങ്കിൽ അതിന്റെ ശരീര യാഗം അർപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാണ്, ഞാൻ കാളകളുടെ മാംസം തിന്നുമോ, കോലാട്ടുപറ്റന്മാരുടെ രക്തം കുടിക്കുമോ? എന്നാൽ അതല്ല വിഷയമായിരിക്കുന്നതെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അതിന് നേർച്ചകളെ കഴിക്കുക. ദാവീദ് പറയുന്ന അതാണ്, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അതിന് നേർച്ചകളെ കഴിക്കുക. വീണ്ടും ദാവീദ് സങ്കീർത്തനത്തിൽ പലയിടങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ ഇങ്ങനെ സ്തുതിക്കുന്നതിനെ കുറിച്ചാണ്, അധരങ്ങൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതിനെ കുറിച്ചാണ്. 95-ാമത്തെ സങ്കീർത്തനം, 95-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങൾ, Psalms 95 verses 2 and 3. അവന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ തന്നെ സ്തോത്രത്തോടെ ആയിരിക്കണം, സങ്കീർത്തനങ്ങളോട് അവനെ ഘോഷിക്കാം. എന്തുകൊണ്ടാണ്? യഹോവ മഹാദൈവമല്ലോ, മഹാരാജാവ്, സകല ദേവന്മാർക്കും മീതെ മഹാരാജാവായ യഹോവയായതുകൊണ്ട് അവന്റെ അടുക്കൽ ചെല്ലുമ്പോൾ സ്തോത്രത്തോടെ അവന്റെ അടുക്കൽ ചെല്ലണം. 56-ാം സങ്കീർത്തനത്തിലും ദാവീദ് അതിന്റെ 12-ാം വാക്യത്തിൽ സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 119-ാം സങ്കീർത്തനത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനായി എപ്പോൾ എഴുന്നേൽക്കുമെന്നാ പറയുന്നത്? അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുവാൻ. 119-ാം സങ്കീർത്തനം 62-ാമത്തെ വാക്യമാണ്. 119-ന്റെ 62 എടുത്തവരുണ്ട്, വായിച്ചേക്കാം.
ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. ഇത് ദേവാലയത്തിൽ പോയി പുരോഹിതന്റെ അടുക്കൽ ഒരു യാഗമൃഗത്തെ കൊടുത്ത് സ്തോത്രയാഗം അർപ്പിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു വസ്തുക്കൾ, ധാന്യങ്ങളോ മാവോ കൊടുത്ത് ആരാധിക്കുന്ന കാര്യമല്ല. എഴുന്നേറ്റ് ഉറങ്ങിക്കിടക്കുന്ന ആൾ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. ഭക്തന്മാരുടെ എല്ലാ ജീവിതത്തിലുണ്ട്. ദാവീദ് അത് പറഞ്ഞു. ഓരോ പുത്രന്മാർ പറയാണ്, നിന്നെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യ സ്തുതിച്ചുകൊണ്ടിരിക്കും. അത് അതിന്റെ ആ സങ്കീർത്തനത്തിന്റെ അല്ലെ ഓരോ പുത്രന്മാര് പറഞ്ഞതിന്റെ ശരിയായ അനുഭവം പഴയ നിയമ വിശുദ്ധന്മാർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാൽ നമുക്കാണ് ലഭിച്ചിരിക്കുന്നത്. അവന്റെ ആലയത്തിൽ വസിക്കുവാൻ, അവനെ നിത്യ സ്തുതിച്ചുകൊണ്ടിരിക്കുവാനുള്ള അവകാശം നമുക്കാണ് ലഭിച്ചിരിക്കുന്നത്. പുതിയ നമ്മുടെ കർത്താവിനുള്ള ബന്ധത്തിൽ പോലും നാം വായിക്കുന്നു, നമ്മുടെ കർത്തൃമേശ അനുഷ്ഠിക്കുമ്പോൾ വായിക്കുന്ന ഭാഗ്യങ്ങളുണ്ട്. മത്തായി സുവിശേഷം, മർക്കോസ് സുവിശേഷം, അവിടേക്ക് അവൻ സ്തോത്രം ചെയ്ത ശേഷം അപ്പം എടുത്ത് നുറുക്കി വരാൻ പോകുന്ന വലിയ കഷ്ടപ്പാട്, വലിയ പീഡ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടിയുള്ളതായ ആ ശിക്ഷയെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അത് മനസ്സിൽ ഉള്ളപ്പോൾ തന്നെയാണ് ദൈവത്തിന്റെ പുത്രൻ സ്തോത്രം ചെയ്തത്. ഇത് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ വായിക്കുന്ന എന്താണ്? അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പോയി എന്നാണ് വായിക്കുന്നത്. അത് 118 സങ്കീർത്തനമാണ് പാടിയെന്നൊക്കെ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടത് ആവശ്യമാണ്. ഇനി യെശയ്യാവിന്റെ പുസ്തകം 57-ാം അധ്യായത്തിലേക്ക് നോക്കാം. ഇസ്രായേൽ ജനത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും അത് അക്ഷരികമായി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അന്വർത്ഥമായ വിഷയമാണ്. ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയതായ ജനം ദൈവത്തിന്റെ ശിക്ഷ പ്രാപിക്കും. എന്നാൽ ദൈവം അവരെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ട്. അവർ കൊടുക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെയാണ് 57-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിന്റെ 18 മുതലുള്ള മേളുമുള്ള വാക്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ദൈവം പറയാണ്, ഞാൻ കോപിച്ചു, അവരെ അടിച്ചു, ഞാൻ എന്റെ മുഖം മറച്ചു കളഞ്ഞു, അവർ തോന്നിയതുപോലെയൊക്കെ നടന്നു. എന്നാൽ 18-ാം വാക്യത്തിൽ പറയാണ്, ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. 19-ാം വാക്യം, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും എന്നാണ് ഇംഗ്ലീഷിൽ വായിക്കുന്നത്. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ക്രിയേറ്റിംഗ് ദ പ്രൈസ് ഓഫ് ദ ലിപ്സ് എന്ന ഒരു ട്രാൻസ്ലേഷനിൽ, ബ്രിങ്ങിങ് പ്രൈസ് ടു ദെയർ ലിപ്സ്. അവർക്ക് ദൈവം അനുഗ്രഹം കൊടുക്കുമ്പോൾ, അവരോടുള്ള കോപമെല്ലാം മാറ്റി ദൈവം അവരെ ആശ്വസിപ്പിക്കുമ്പോൾ തന്റെ ജനത്തിന് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് നാവിൽ സ്തുതി എന്ന് പറയുന്നത്, ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഗ്രഹമാണ്, അത് ദൈവം തരുന്ന ഒരു കൃപയാണ്. അത് നാം കീപ്പ് ചെയ്യുമെങ്കിൽ, ദൈവത്തെ ആരാധിക്കുമെങ്കിൽ അത് നിശ്ചയമായി നമുക്ക് അനുഗ്രഹമാണ്. ഹോശേയ പ്രവചനം 14-ാം അധ്യായം 2-ാം വാക്യം, ഹോശേയ 14:2 വായിക്കുന്നു, കാളകളെ, അതിരാർപ്പണമായ കാളകളെ യാഗമർപ്പിക്കുമെന്നാണ് ഇരിക്കുന്നത്. വലിയ കൊഴുത്തതായ ശ്രേഷ്ഠമായ കാളകളെ യാഗം അർപ്പിക്കുന്നതിൽ ഉപരിയായി ദൈവം പ്രസാദിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് വന്ന് നാവിലൂടെ പുറത്തേക്ക് വരുന്ന സ്തുതി സ്തോത്രങ്ങളാണ്. ഇതൊക്കെ പഴയ നിയമത്തിൽ അക്ഷരയാഗം നിലനിൽക്കുമ്പോൾ തന്നെ നടക്കുന്ന സംഭവമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തെ ആരാധിപ്പാൻ എപ്പോഴും കടപ്പെട്ടവനാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ്? ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവൻ പ്രാപിച്ചിട്ട് അവനെ ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം ഒരു വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് അന്ധകാരത്തിൽ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. ആത്മീയ യാഗം, സ്പിരിച്വൽ യാഗം കഴിക്കാൻ ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. എബ്രായ ലേഖനത്തിൽ 2 സ്പിരിച്വൽ വർഷത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ 13-ാം അധ്യായത്തിൽ. 1 അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാൻ നമുക്കിടയാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദൈവത്തെ അങ്ങനെ ആരാധിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം വായിച്ചിട്ടുള്ള പല ഭാഗങ്ങളുണ്ട്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം, ആ രണ്ട് വാക്യങ്ങളൂടെ വായിക്കണം. എഫേസ്യർ 5:20.
അതിന്റെ മേളിൽ എഴുതിയിട്ടുണ്ട്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. എന്നാൽ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും ദൈവത്തെ പാടി സ്തുതിക്കുന്ന കാര്യം പറഞ്ഞിട്ട് അതിന്റെ 20-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ. 2 വാക്കുകൾ അവിടെ എഴുതിയിരിക്കുന്നു. ദൈവത്തിനെ എപ്പോഴൊക്കെ സ്തുതിക്കണം പറയുന്നത്? എപ്പോഴും സ്തുതിക്കണം. വേറൊന്ന് പറയുന്നത് എല്ലാറ്റിനും വേണ്ടി. നമുക്ക് പ്രാർത്ഥിച്ച ദൈവം പ്രാർത്ഥന കേട്ടാൽ ദൈവത്തെ സ്തുതിക്കാൻ എളുപ്പമാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് അത് സാധിക്കും. എന്നാൽ നമുക്ക് ദുഃഖം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. അതാണ് ഇവിടെ പറയുന്നത്. അതിന് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം ആവശ്യമാണ്. ആത്മാവ് നിറഞ്ഞവരായി തീർന്നു കഴിയുമ്പോൾ എപ്പോഴും എല്ലാറ്റിനും ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയുന്നതാണ്. എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. തെസ്സലോനിക്ക ലേഖനത്തിൽ വലിയ വാക്യം കൂടെ ഒന്ന് വായിക്കാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. 1 Thessalonians chapter 5 verse 18. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. മുമ്പേ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ചു, എപ്പോഴും എല്ലാത്തിനും ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന്. ഇവിടെ എഫേസ്യ തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങളെ കുറിച്ചുള്ള ദൈവേഷ്ടം ഇതാണ്. For this is what God expects of you all in Christ Jesus. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഇതാണെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാനായി. In everything give thanks. Thank God whatever happens എന്നാണ് ഒരു ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത്. നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ ഈസി അല്ല, എന്നാൽ അത് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിശ്ചയമായും അനുഗ്രഹമാണ്. ദൈവത്തിന്റെ വചനം അത് അതുപോലെ തന്നെ ശക്തിയേറിയതാണ്. ദൈവത്തെ പോലെ ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം പറയുന്നു എല്ലാറ്റിനും എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന്. ഇവിടെ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. താങ്ക് ഗാഡ് whatever happens, in everything give thanks. എല്ലാറ്റിനും ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകുമോ? ഇവിടെ ഞാൻ പല വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചൊരു പുസ്തകം ഒത്തിരി സെർച്ച് ചെയ്ത് അത് കണ്ടുകിട്ട് നിങ്ങളും ഒരുപക്ഷെ അത് വായിച്ചു കാണും. ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷനും ഉണ്ട്. പ്രിസൺ ടു പ്രൈസ് എന്ന് പറയുന്ന ഒരു പുസ്തകം. എന്നെ വളരെ ടച്ച് ചെയ്ത ചില അനുഭവങ്ങളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ചിലരൊക്കെ ഒരുപക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ട് കാണും. ഇദ്ദേഹം മെർലിൻ ഖറോത്തേഴ്സ് എന്ന് പറയുന്ന ആളിന്റെ അനുഭവം തന്നെ ഒരു വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. അദ്ദേഹം തന്നെ വിളിച്ചതും വിടുവിച്ചതും ഒക്കെ. US ആർമിയിലെ ചാപ്ലൈനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നടന്ന സംഭവം. അതിൽ ഒരു ചാപ്റ്റർ പ്രൈസ് എന്നും പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, ലാസ്റ്റ് ചാപ്റ്റർ. അതിൽ എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ചില അനുഭവങ്ങൾ ഈ നമ്മളിപ്പോ പഠിച്ചു വരുന്ന എല്ലാറ്റിനും എന്തിനും വേണ്ടി സ്തോത്രം ചെയ്യണം എന്നുള്ളതിനെ കൂടുതൽ ഉറപ്പിക്കുന്നതായ അനുഭവമാണ്. ഞാനത് ചുരുക്കമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അദ്ദേഹം തന്റെ അനുഭവത്തിൽ പറയുന്നു, ഒരു ദിവസം തന്റെ റോൺ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പട്ടാളക്കാരനാണെങ്കിൽ തന്നെ അവിടുത്തെ ബാർ അസോസിയേഷനിലെ ഒരു മെമ്പറാണ്, അദ്ദേഹം ഒരു ലോയറാണ്. റോൺ വന്നിട്ട് ഈ ചാപ്ലൈനോട് പറഞ്ഞു, ഈ ചാപ്ലൈൻ ദൈവാത്മാവിൽ നിറയപ്പെട്ട് ശുശ്രൂഷിക്കുന്ന അനുഗ്രഹീതനായ ഒരു ദേവദാസനാണ്. റോൺ വന്നിട്ട് പറഞ്ഞു, ചാപ്ലൈൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ വല്ലാത്ത സങ്കടത്തിലായിരിക്കുന്നു. ഈ റോണിനെയും തന്റെ വൈഫ് സൂനെയും ഈ ചാപ്ലൈനെ നല്ലപോലെ അറിയാം. സൂ എന്ന് പറഞ്ഞാൽ താൻ വിവാഹം കഴിച്ച പെൺകുട്ടി ആരും റിലേറ്റീവായിട്ടില്ല, അപ്പനുമില്ല, അമ്മയുമില്ല, സഹോദരനും സഹോദരിയുമില്ല. എന്നാൽ ഈ റോൺ വളരെ നന്നായി തന്റെ ഭാര്യയെ സ്നേഹിക്കുകയും നോക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ റോൺ ഓർഡർ വന്നോ വിയറ്റ്നാമിൽ പോകണമെന്ന്. ഭാര്യ ഇട്ടേച്ച് വിയറ്റ്നാമിൽ പോകുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമാണ്. ഇവിടെ ആരും അവർക്ക് ഫാമിലി മെമ്പേഴ്സ് ഇല്ല. ഒരു സ്ട്രേഞ്ച് പട്ടണത്തിൽ ഒരു റെന്റൽ ബിൽഡിംഗിൽ ഇവൾ തനിയെ താമസിക്കുകയാണ്. അവളെ ചെറുപ്പത്തിലെ അഡോപ്റ്റ് ചെയ്തതാണ്. അഡോപ്റ്റ് ചെയ്ത പേരൻസ് വളരെ ക്രൂരമായി ഇടപെടുവാൻ കൊണ്ട് ഇടയായി തീർന്നു. അങ്ങനെയുള്ള ഒരു ലൈഫാണ്. അഡോപ്റ്റ് ചെയ്ത പേരൻസ് അവൾക്കില്ല, ആരുമില്ലാത്ത സാഹചര്യത്തിലാണ് ഈ റോണുമായി വിവാഹത്തിലൊക്കെ എത്തിച്ചേരുവാൻ കൊണ്ട് ഇടയായി തീർന്നത്. അപ്പോൾ അത്
ഉടനെ പറഞ്ഞു, റോൺ വന്നിട്ട് പറഞ്ഞു, ചാപ്ലിൻ, ഞാൻ വിയറ്റ്നാമിൽ പോയി കഴിഞ്ഞാൽ എന്റെ ഭാര്യ പിന്നെ ജീവിച്ചിരിക്കത്തില്ല, അവൾ ആത്മഹത്യ ചെയ്യും എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നീ എന്നെ ദയവായി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ചാപ്ലിൻ പറഞ്ഞു, ശരി, അവൾ എന്റെ അടുത്ത് വരാൻ പറയാൻ പറഞ്ഞു. ആ സ്ത്രീ കരഞ്ഞു വിളിച്ച് ചാപ്ലിന്റെ ഓഫീസിൽ വന്നു. ഓഫീസിൽ വന്നപ്പോൾ ചാപ്ലിൻ പറഞ്ഞു, സാരമില്ല സിസ്റ്റർ, എല്ലാം നേരെയാകും, ദൈവം എല്ലാം ചെക്ക് ചെയ്ത്. അപ്പൊ അവർക്ക് അല്പം ഒരു ആശ്വാസം വന്നു. എന്നിട്ട് പറഞ്ഞു, അതിന് സൊല്യൂഷൻ എന്റെ പക്കലുണ്ട്. അതിന് മുമ്പേ തന്നെ അദ്ദേഹത്തോട് ദൈവം സംസാരിച്ച, അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇരിക്കുന്നവർക്ക് പരിഹാരമായി ഉപയോഗിക്കുവാനായി ദൈവം തന്നോട് ഇടപെട്ട 2 വാക്യങ്ങളാണ്. ഒന്ന് ഇത് എഫേസ്യർ 5:18, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും. വേറൊന്ന് റോമാലേഖനത്തിലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി ആവരിക്കുന്നു. ഈ സ്ത്രീയോട്, സൂര്യനോട് ഈ 2 വാക്യങ്ങൾ അദ്ദേഹം വായിച്ചു കേൾപ്പിച്ചു. 2 വാക്യങ്ങളും പറഞ്ഞിട്ട് എന്റെ കൂടെ താഴെ മുട്ടുകുത്താൻ പറഞ്ഞു. മുട്ടുകുത്തിച്ച് പറഞ്ഞു, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കർത്താവെ, റോണിനെ നീ വിയറ്റ്നാമിൽ അയക്കാൻ പോകിയാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കാൻ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഇവർ പ്രാർത്ഥിക്കുന്നില്ല, ഇവർ അനങ്ങാതിരിക്കുകയാണ്. ഉടനെ കുറച്ചു നേരം കഴിഞ്ഞ് പാസ്റ്റർ വാക്യമൊക്കെ പറഞ്ഞു നോക്കി, ഇവള് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോയി. അടുത്ത ദിവസം ഈ റോൺ വീണ്ടും വന്നു. ചാപ്ലിൻ, നിങ്ങൾ എന്താ ചെയ്തത്? അവള് പഴയതിനെക്കാട്ടി വഷളായി പോയി, അവൾക്കവിടെ കുഴപ്പമായല്ലോ എന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞ്, സാരമില്ല, ദൈവമെല്ലാം നേരെയാക്കും, നീ മുട്ടുകുത്താൻ പറഞ്ഞു. എന്നിട്ട് എഫേസ്യർ 5:18 റോമലേഖനത്തിലെ വാക്യം വായിച്ചു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി ആവരിക്കുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കർത്താവെ, എന്നെ വിയറ്റ്നാമിൽ അയക്കാൻ പോകുന്നു എന്നുള്ളതുകൊണ്ട് സ്തോത്രം. ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ വൈഫ് സൂവിന് ആരുമില്ല, സഹോദരനില്ല, സഹോദരിയില്ല, പേരൻസ് ഇല്ല, അവള് സൂയിസൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായി നിന്നെ സ്തുതിക്കുന്നു. ഇയാൾ വാതുറന്നില്ല. പെട്ടെന്ന് ചാപ്ലിനെ നോക്കിയിട്ട് പറഞ്ഞു, ചുമ്മാതല്ല എന്റെ ഭാര്യ ഇവിടുന്ന് എഴുന്നേറ്റ് പോയത്, ഞാനും ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിയങ്ങ് പോയി. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും 2 പേരും കൂടെ വന്നു. 2 പേരും കൂടെ വന്ന് പറഞ്ഞ് എങ്ങനെയും ഹെൽപ്പ് ചെയ്തേലും ഒക്കെ ഉള്ളൂ. ഇദ്ദേഹം ചാപ്ലിൻ ആയതുകൊണ്ട് വിയറ്റ്നാമിൽ പോകുന്ന ഓർഡറൊക്കെ ഒന്ന് മാറ്റിക്കളയെന്ന് വിചാരിച്ചാണ് അദ്ദേഹം വരുവാൻ തക്കൊണ്ട് ഇടയായിട്ട്. 2 പേരും വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പറയാനുള്ള സൊല്യൂഷൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ നിങ്ങൾ അത് കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പറഞ്ഞു, എന്നാ 2 പേരും കൂടെ മുട്ടുകുത്താൻ പറഞ്ഞു. മുട്ടുകുത്തി ഇതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. സെയിം വാചകം തന്നെ പറഞ്ഞു. അവര് പ്രാർത്ഥിക്കുന്നൊന്നുമില്ല. അങ്ങനെയായി ഒടുവില് ഇവര് ഇവിടുന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് പോയി. ഇവര് പ്രാർത്ഥിച്ചു. ഇദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവെ, വിയറ്റ്നാമിൽ എന്നെ അയക്കാൻ പോകുകയാണ്, സ്തോത്രം, പോകുന്നത് കൊണ്ട് സൂതനിയാകും, അവൾക്ക് എന്ത് സംഭവിക്കാം എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴും ഇദ്ദേഹത്തിന് മനസ്സിലായി ഇവർ മനസ്സോടൊന്നും അല്ല പ്രാർത്ഥിച്ചതെന്ന്. ഏതായാലും ഇവര് പോയ വഴിക്ക് ചാപ്പലിൽ കയറി ഇവർ 2 പേരും കൂടെ അവിടെ കുറച്ചു നേരം ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഉടനെ നമുക്കിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവർ 2 പേരും കൂടെ ചാപ്പലിൽ കയറി ഇരുന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതേമേ ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല, ഞങ്ങളോട് ചാപ്ലിൻ പറഞ്ഞ ആ വാക്യമൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, എന്നാലും ഞങ്ങൾ നിന്നെ വിശ്വസിക്കുക, ഞങ്ങൾ സ്തോത്രം ചെയ്യുക, ഞങ്ങൾക്ക് സിറ്റുവേഷൻ ഉള്ള സ്തോത്രം. എനിവേ, ഞാൻ എന്നെ നിന്റെ കരങ്ങളിൽ തരുന്നു. റോൺ പ്രാർത്ഥിച്ചു, എനിക്ക് വിയറ്റ്നാമിന് പോകണമെങ്കിൽ നിന്റെ ഹിതമാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ, തനിയെ ഇവിടെ ആകണമെങ്കിൽ നിന്റെ ഹിതമാണെങ്കിൽ നടക്കട്ടെ, സ്തോത്രം എന്നും പറഞ്ഞ് എഴുന്നേറ്റു. ഈ റോൺ അങ്ങ് പോയി. ഈ സ്ത്രീ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചാപ്ലിന്റെ ഓഫീസിന്റെ മുന്നിലുള്ള വെയിറ്റിംഗ് റൂമിൽ വന്ന് അവരവിടെ ഇരിക്കുകയാണ്. ഇരുന്ന് ഏതോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ പട്ടാളക്കാരൻ അവിടെ വന്നു. പട്ടാളക്കാരൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ചാപ്ലിനെ കാണണമെന്ന് പറഞ്ഞു. അന്നേ ഇവള് പറഞ്ഞു, സൂ പറഞ്ഞു, അദ്ദേഹം ഇച്ചിരി ബിസിയാണ്, നീ കുറച്ചേരം ഇവിടെ വെയിറ്റ് ചെയ്യാമെങ്കിൽ ഞാൻ പോയി പറയാമെന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞു, വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ചാപ്ലിനെ കാണാൻ വന്നത് എന്റെ ഭാര്യ ഡിവോഴ്സിന് ഫയൽ ചെയ്തിരിക്കുകയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. അന്നേ ഈ സൂ പറഞ്ഞു, ഒരു പ്രയോജനമില്ല, അങ്ങനെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ ഡിവോഴ്സിന് ഫയൽ ചെയ്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ഇതേ പറയുള്ളൂ, അതുകൊണ്ട് നീ പ്രാർത്ഥിക്കണ്ട, ചാപ്ലിനെ കാണുകയും വേണ്ട. ഏതായാലും ഞാൻ ചാപ്ലിനെ നിന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ വാലറ്റ് എടുത്ത് ഭാര്യയുടെ പിക്ചറും ഒക്കെ കാണിച്ചപ്പോൾ അതിനകത്ത് നിന്നൊരു സ്ത്രീയുടെ, വേറൊരു സ്ത്രീയുടെ പിക്ചർ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ ഇതാരുടെ പടമാണ് ചോദിച്ചപ്പോൾ എന്റെ അമ്മയുടെ പടമാണ്. എന്നാൽ ഇവള് പറഞ്ഞു, നോനോ അത് എന്റെ അമ്മയുടെ പടമാണ്. എന്നെ പറഞ്ഞു, ഒരിക്കലും ഇല്ല, എന്റെ അമ്മയ്ക്ക് ഒരു മകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അണ്ണ ഇവള് പറഞ്ഞു, എന്നെ ജനിക്കുന്നതിന് മുമ്പേ അഡോപ്ഷന് വേണ്ടി പ്രോമിസ് ചെയ്താണ്. അവളുടെ ഞാൻ ജനിച്ചതിന് ശേഷമായി എന്റെ അമ്മ എന്നെ നാച്ചുറൽ മദർ എന്നെ കണ്ടിട്ടില്ല. എന്നാൽ കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എന്നെ അഡോപ്റ്റ് ചെയ്ത പേരൻസിന്റെ മേശയ്ക്കകത്ത് നിന്ന് അഡോപ്ഷന്റെ പേപ്പേഴ്സ് എല്ലാം ഞാൻ കാണുവാനിടയായിരുന്നു. ആ പേപ്പറിന്റെ കോണിൽ മൂലയ്ക്ക് എന്റെ നാച്ചുറൽ മദറിന്റെ പിക്ചർ ഉണ്ടായിരുന്നു. അതെന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത് ഈ സെയിം മദറാണെന്ന് പറഞ്ഞു.
ഇവരെ കുറെ കഴിഞ്ഞ് ഏതായാലും ഇൻവെസ്റ്റിഗേഷൻ എല്ലാം നടത്തിയപ്പോൾ ഇത് ശരിയാണ്, ഈ യങ് സോൾജിയറിന്റെ സിസ്റ്റർ ആണിത്, അവർക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു സിസ്റ്റർ ഉണ്ടെന്നുള്ളത്. നോക്കുക, അവർ ദൈവത്തെ സ്തുതിച്ച് ദൈവസ്ഥയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് നടക്കുന്ന ആ മനുഷ്യനെ തന്നെ അവിടെ കൊണ്ടുവന്നത് എത്ര അത്ഭുതകരമേറിയ കാര്യമാണ്. ഞാൻ ചുരുക്കി പറയട്ടെ, കുറച്ചു കഴിഞ്ഞ് ഈ റോണ് അതിലെ അങ്ങോട്ട് നടന്നപ്പോൾ തന്റെ കൂടെ ലോയ്ക്ക് പഠിച്ചതായ തന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ ചോദിച്ചു, വടി എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ റോൺ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഐ ആം ഗോയിങ് ടു വിയറ്റ്നാം. അദ്ദേഹത്തിന് കുറച്ച് ചേഞ്ച് ഒക്കെ വന്നു. ഗോയിങ് ടു വിയറ്റ്നാം എന്ന് പറഞ്ഞു, എന്റെ ലോ ഫേമിൽ എനിക്ക് നിന്റെ ഹെൽപ്പ് ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ഒരു റെക്കമെൻഡേഷൻ എഴുതി ഇടാൻ പോവുകയാണ്, നിന്നെ എന്റെ ലോ ഫേമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായി. അതുകൊണ്ട് ഇദ്ദേഹം റോൺ വിയറ്റ്നാമിൽ പോകേണ്ടി വന്നില്ല, ഈ സൂര്യന് ആരുമില്ലാത്ത അവസ്ഥ വന്നില്ല, വളരെ സ്ട്രേഞ്ചായി അത്ഭുതകരമായി കാര്യങ്ങൾ നടക്കുവാനിടയായി തീർന്നു. നിങ്ങളുടെ ഈ ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു വെക്കാൻ, തുടർന്ന് പല അനുഭവങ്ങൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന കാണുവാനായി സാധിക്കും. ഞാൻ ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ ഇടയായി തീർന്നാൽ നമുക്ക് വിടുതലാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ നടുവിൽ അതിന്റെ സാഹചര്യങ്ങളോ മൂർധന്യാവസ്ഥയോ ഒക്കെ നോക്കാതെ ദൈവത്തെ സ്തുതിച്ചത് നമുക്ക് അനുഗ്രഹമായി തീർന്നില്ലേ? ഇന്ന് പൽക്കാലം നാം ഇനിയും ദൈവവചനത്തിൽ നിന്നൊക്കെ കേൾക്കും. എന്നാലും ഇന്ന് രാവിലെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പതിയേണ്ട ഈ വാക്യം ഓർത്തിരിക്കുക, യാതൊരുഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. അതാണല്ലോ നമ്മുടെ വിഷയം. എല്ലാറ്റിനും ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുക. ഒരല്പസമയം നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കുക. എവിടെ